പാനലിൻ്റെ വേറെ കുറച്ച് ഡീറ്റെയിൽസും കൂടി പറയാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സോളാർ പാനൽ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നോക്കേണ്ട പല ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് CTM റേഷ്യോ, അതായത് സെൽ ടു മോഡ്യൂൾ റേഷ്യോ എന്ന് പറഞ്ഞ ഒരു ടേമും കൂടി നമ്മളതിൽ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു PDF അല്ലെങ്കിൽ ഒരു പേപ്പർ ഒരു റിസർച്ച് പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ പാനൽസിൻ്റെ സെൽ ടു മോഡ്യൂൾ റേഷ്യോ എന്താണെന്നും എന്താണെന്നുള്ളത് അതിൽ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്തില്ല, കാരണം അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ പല മെത്തേഡ് വെച്ച് മാനുഫാക്ചർ ചെയ്താൽ എങ്ങനെ ഇത് കാരണം ലോസുകളുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ലോസുകൾ എങ്ങനെ കുറയ്ക്കാം, അതുവഴി എങ്ങനെ ലാഭം ഉണ്ടാക്കാം, എനർജി എങ്ങനെ എഫിഷ്യൻ്റ് ആക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യ വീഡിയോസുകളിൽ നമ്മൾ സെൽ എന്താണ്, മോഡ്യൂൾ എന്താണ്, സ്ട്രിങ് എന്താണ്, അറേ എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ വീഡിയോസ് വേണമെങ്കിൽ റെഫർ ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ നമ്മൾ പഠിച്ചു സെല്ല് എല്ലാം അറേഞ്ച് ചെയ്ത് വരുമ്പോഴാണ് അതൊരു മോഡ്യൂളാവണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റിൽ നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ ഓരോ സെല്ല് ഇൻഡിവിജ്വൽ സെല്ലുകളാണ്. അപ്പോൾ അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഒരു മോഡ്യൂളിലാക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ അറേഞ്ച്മെൻറ്റിൻ്റെ അകത്ത് പലതരം ലോസുകളും കാര്യങ്ങളും സംഭവിക്കാം. അപ്പോൾ ആ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ CTM അല്ലെങ്കിൽ സെൽ ടു മോഡ്യൂൾ റേഷ്യോ എന്ന് പറയുന്ന സാധനം പറയുന്നത്. അതായത് അതിൽ പറയുന്നത് എന്താ, മെഷേഴ്സ് ഹൗ എഫിഷ്യൻ്റ് എ സോളാർ സെൽസ് പവർ ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു ദ എൻ്റർ മോഡ്യൂൾസ് പവർ. അതായത് ഉദാഹരണത്തിന് നമ്മൾ പഠിച്ചു 36 സെല്ലുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു. ഒരു ടിപ്പിക്കലായിട്ടുള്ള സെല്ല് 36 സെല്ല്, അതിൻ്റെ മൾട്ടിപ്പിൾസ് ആക്കി 72, 144 എന്നൊക്കെ പറഞ്ഞുള്ളത് നമ്മൾ പഠിച്ചു, ആ ഒരു ടേംസ് പഠിച്ചു. അപ്പോൾ ഈ 36 സെല്ല് ഓരോ സെല്ലിനും കൃത്യം ഒരേ സെല്ല് പോലെ ഫസ്റ്റ് പറഞ്ഞ സെല്ല് പോലെ തന്നെ ആവണമെന്നില്ല ഈ രണ്ടാമത്തെ ആവണമെന്നില്ല മൂന്നാമത്തെ സെല്ല്. അപ്പോൾ 36-ാമത്തെയും 1-ാമത്തെ സെല്ല് തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സെല്ലിൻ്റെ അകത്ത് നമുക്ക് 1 വാട്ട്സ് പവർ കിട്ടും എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 36 സെല്ലാകുമ്പോൾ 36 വാട്ട്സ് കിട്ടിയെന്ന് നമ്മൾ കരുതും. എന്നാൽ ഇതിൻ്റെ ഈ അറേഞ്ച്മെൻറ്റും പിന്നെ മറ്റ് പല ഘടകങ്ങളും കാരണം നമുക്ക് ചിലപ്പോൾ ഈ ഒരു വാട്ട്സിൻ്റെ വെച്ച് അങ്ങനെ നമ്മൾ കൂട്ടി 36 വാട്ട്സ് കിട്ടുന്ന സാധനം ചിലപ്പോൾ നമുക്ക് 30 വാട്ട്സൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം എത്രത്തോളം നമ്മൾ ഓരോ സെല്ലിൽ നിന്ന് എത്ര എടുക്കാൻ പറ്റും, എന്നാൽ നമുക്ക് എത്ര കിട്ടുന്നു, ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് നമ്മുടെ CTM റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ CTM റേഷ്യോസ് ഇതിൽ 90% എന്നുള്ള രീതിയിലാണ് പൊതുവേ നമ്മുടെ സെല്ലുകളിലെ മിക്ക പുതിയ പാനൽസിൻ്റെയൊക്കെ വരാറുള്ളത്. വിച്ച് മീൻസ് നമുക്കിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിന് നമുക്ക് 36 വാട്ട്സാണ് കിട്ടുന്നത്. ഒരു സെല്ലിൽ നിന്നുള്ള പവറാണ് ഞാൻ പറയുന്നത്. 36 സെല്ലുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് 36 വാട്ട്സ് കിട്ടണമെന്ന്. എന്നാൽ നമുക്ക് ആ 36ൻ്റെ ഒരു 90%, ഒരു റഫ് എസ്റ്റിമേറ്റ് പറയുന്നത്, അതിൻ്റെ ഒരു 90% വെച്ചൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതായത് ഒരു 32.4 വെച്ചൊക്കെ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്നാലിപ്പോൾ വരാൻ പോകുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജികളിൽ അത് 100% ആക്കി എടുക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അപ്പം നമ്മൾ ഒരു പാനലിൻ്റെ കാറ്റലോഗിലൊക്കെ നമുക്ക് ഇതിന് നോക്കാം. അതിൻ്റെ CTM റേഷ്യോസ് തമ്മിൽ കമ്പയർ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് നോക്കി ഏതായിരിക്കും ബെറ്റർ എന്നുള്ള മനസ്സിലാക്കാനുള്ളൊരു അവസരവും കൂടി ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ റേഷ്യോ 90% എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂവിൽ വരുന്നത്? അതിൻ്റെ പ്രധാന കാരണം പഠിക്കണമെങ്കിൽ നമ്മൾ ഒരു സോളാർ പാനലിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ലോസസുകൾ മനസ്സിലാക്കണം. അതിൽ നഷ്ടങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ നഷ്ടങ്ങൾ ഇലക്ട്രിക്കലും ഒപ്റ്റിക്കൽ അങ്ങനെ 2 ഇതായിട്ട് വരുന്നു. ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ലൈറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സൂര്യൻ്റെ വെളിച്ചമാണല്ലോ ഇതിൻ്റെ മെയിൻ ഒരു സ്രോതസ്സ്. അപ്പോൾ അതിൽ ലൈറ്റ് വന്ന് വരുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് ചിലത് നഷ്ടപ്പെടാം, ചിലത് അബ്സോർവ് ചെയ്യപ്പെടാം, ചിലത് ഷെയ്ഡ് കൊണ്ട് കുറയ്ക്കാം. അപ്പോൾ അങ്ങനെ രീതിയിൽ വരാം. അതുകൂടാതെ ഇലക്ട്രിക്കൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിത് പരസ്പരം ഇൻ്റർകണക്ട് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ആ കണക്ഷനിൽ ചിലപ്പോൾ റെസിസ്റ്റൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് അതിൻ്റെ അകത്തോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഹീറ്റിങ് അതുവഴി ലോസസുകൾ സംഭവിക്കാം. അപ്പോൾ ഈ റിസർച്ച് പേപ്പറിൽ തന്നെ പറയുന്നത് നമ്മുടെ CTM റേഷ്യോ ഹൈ ആക്കാൻ വേണ്ടി 100% ആക്കാൻ വേണ്ടി നമ്മൾ ഇലക്ട്രിക്കലും ഒപ്റ്റിക്കലായിട്ടുള്ള ലോസുകൾ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നതിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു പാനലിൻ്റെ അകത്തുള്ള പാർട്ട് കാണിക്കുന്നുണ്ട്. ഗ്ലാസ് ഉണ്ട്, ഒരു സെല്ലിരിക്കുന്നത് കാണാം, എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞ ലെയർ ഉണ്ട്, ബാക്കിൽ ഒരു വൈറ്റ് ഷീറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള ലോസുകളാണ് ഈ കാണിക്കുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞ എടുത്തുണ്ട്. അതായത് റിഫ്ലക്ഷൻ വഴിയുള്ള ലോസ്, എയർ ഗ്ലാസ് വഴിയുള്ള റിഫ്ലക്ഷൻ ലോസ് വരും, അബ്സോർഷൻ
ഗ്ലാസ് അബ്സോർവ് ചെയ്തുള്ള ലോസ്, പിന്നെ ഗ്ലാസും എൻകാപ്സുലേഷൻ്റെ അവിടെയും റിഫ്ലക്ഷൻ ലോസ് വരുന്നുണ്ട്. അത് നമ്പർ അവിടെ ഇട്ടിട്ടുണ്ട്, എവിടെയൊക്കെയാണ് സംഭവിക്കുന്നത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അഞ്ചാമത്തെ കപ്ലിംഗ് ഗെയിൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പലതരം ഈ ഇതിൻ്റെ അകത്ത് ബസ് ബാർ എന്നുള്ള ഇതിലിപ്പോൾ നമ്മളൊരു സെല്ല് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണാം ബസ് ബാർ എന്ന് പറഞ്ഞ മെയിൻ കുറേ വരകളുണ്ടാവും, ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ ചെറിയ ചെറിയ വരകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് പരസ്പരം രണ്ട് പാനലുകൾ തമ്മിൽ ബന്ധിക്കുമ്പോൾ വരുന്ന ലോസുകളാണ് അവിടെ വരുന്നത്. പിന്നെ ലോസ് ഓൺ മോഡ്യൂൾ ബോർഡർ ആൻഡ് സെൽ സ്പേസിങ്, സ്പെല്ലിൻ്റെ ഇടകളിലും അതൊക്കെ അവിടെ നമ്പർ അതിൻ്റെ കറസ്പോണ്ടിങ് കിട്ടുന്നുണ്ട്. ബസ് ബാർ ടാബ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അത് 6 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സെൽ സ്പേസിങ്ങിൻ്റെ അവിടെ വരുന്ന ലോസുകൾ, സ്പേസ് കൊടുക്കുന്ന അവിടെയൊക്കെ ലോസുകൾ സംഭവിക്കും. പിന്നെ റീഡയറക്ഷൻ ഗെയിൻ ഫ്രം ഇനാക്റ്റീവ് ഏരിയാസ് എന്നുള്ള നമ്മൾ ആക്റ്റീവ് അല്ലാത്ത ഏരിയാസിൽ നിന്നൊക്കെ ലൈറ്റ് കെട്ടിയിട്ട് അതവിടെ വരുമ്പോൾ അത് ഗെയിനായിട്ടാണ് കാണിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ അതുകൊണ്ട് ഗുണമാണ് ഉണ്ടാകുന്നത്, ലൈറ്റ് തിരിച്ച് തട്ടി വരുന്നത് നമുക്ക് ഗുണമാണ്. ഷെയ്ഡിങ് ലോസ് കാണിക്കുന്നുണ്ട്, നമ്മുടെ 7 എന്ന് പറഞ്ഞ ഇവിടെ ഷെയ്ഡിങ് ലോസ് കാണിക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് റീഡയറക്ഷൻ ഗെയിൻ ഫ്രം ലൈറ്റ് തിരിച്ച് വരുന്നതുകൊണ്ട് ഗെയിനാണ് കാണിച്ചേക്കുന്നത്. പിന്നെ ഓമിക് ലോസസ് എന്ന് പറഞ്ഞാൽ അതായത് പരസ്പരം സെല്ലുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് തമ്മിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ അത് റെസിസ്റ്റൻസ് ഉണ്ടാവും, അതൊരു ലോസുകൾ സംഭവിക്കും. അപ്പോൾ നമ്മൾ കണ്ടു ലോസസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പരിഹാരം, അതിൻ്റെ ഒരു സമ്മറിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അതായത് നമ്മുടെ ആ മോഡ്യൂൾസിൻ്റെ ഗ്ലാസ് തിക്നെസ്, അതിൻ്റെ ബാക്ക് ഷീറ്റിൻ്റെ കാര്യം, പിന്നെ നമ്മുടെ ആ ഒരു ടാബ് എന്ന് കണ്ടല്ലോ അതിൻ്റെ ജിയോമെട്രി, അതായത് അതിൻ്റെ ഒരു ഷേപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഒപ്റ്റിക്കൽ ലോസ് കുറയ്ക്കാനും ലൈറ്റ് കൂടുതൽ കളക്ട് ചെയ്യാനുള്ള ഇത് പറ്റും. അതുകൂടാതെ നമ്മുടെ സെല്ലിൻ്റെ സ്പേസസും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ലൈറ്റ് തിരിച്ച സെല്ലിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് സാധ്യമാക്കുന്ന ഓൾറെഡി ടെക്നോളജീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ ഹാഫ് സെൽ മോഡ്യൂൾസും അല്ലെങ്കിൽ കട്ട് സെൽ ഡിസൈൻസ് ഒക്കെ പറഞ്ഞ നമ്മുടെ ഹാഫ് കട്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇലക്ട്രിക്കൽ ലോസസ് കുറയ്ക്കാനും അതുവഴി CTM ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഗുണം അതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ നമ്മുടെ ടാബ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ ഡിസൈൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന വഴിയും നമുക്ക് കുറേ ലൈറ്റ് കൂടുതൽ എടുക്കാൻ പറ്റുന്ന ഒരു അവസരം അതിൻ്റെ അകത്ത് കിട്ടും. ടാബ് എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട് നമ്മുടെ ബസ് ബാർ തന്നെ, ഒന്നുകൂടി ആ ഫിഗറിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ അതിൻ്റെ പല രീതിയിൽ നമുക്ക് ഈ ടാബ് ഡിസൈൻ ചെയ്യാമെന്നാണ്. ഇതിപ്പം ഒരു മോളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ റൈറ്റ് സൈഡ് കാണിച്ചിരിക്കുന്നത്. ലെഫ്റ്റിൽ അല്ലെങ്കിൽ സൈഡിൽ നിന്നുള്ള വ്യൂ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉള്ള ഒരു ലെയർ ബൈ ലെയർ ഉള്ള വ്യൂ ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടാബ് ഇങ്ങനെ പരന്നിരിക്കും, റൗണ്ട് ടാബ് ഉണ്ട്, പിന്നെ ഇങ്ങനെ ടെക്സ്റ്റേർഡ് ടാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പല ടെക്നോളജീസും യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വന്ന് തിരിച്ച് കിട്ടാൻ വേണ്ടിയുള്ളൊരു മെത്തേഡാണ്. ഇപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ ലൈറ്റ് വരുന്ന പോകുന്നതാണ് കാണിക്കുന്നത്. സ്റ്റാൻഡേർഡ് ടാബിൽ ലൈറ്റ് വരും, കുറച്ച് റിഫ്ലക്റ്റ് ചെയ്തു പോകും. ഇവിടെ എന്നാൽ നമ്മുടെ റൗണ്ട് ടാബിൽ കുറച്ച് റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ച് എന്ന് വെച്ചാൽ വേറെ ആ സെല്ലിൽ കിട്ടില്ലെങ്കിലും വേറെ സെല്ലുകളിലേക്കൊക്കെ പോകാനോ അല്ലെങ്കിൽ അപ്പുറത്ത് മാറി വീഴാനുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കുന്നതാണ്. അപ്പം നമ്മുടെ മോണോക്രിസ്റ്റലൈൻ ടെക്നോളജിയെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ഈ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും നമ്മുടെ സാധാരണ പോളിക്രിസ്റ്റലൈൻ പോലത്തേത് ഉപയോഗിക്കുന്നതിനേക്കാളും നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് മോണോക്രിസ്റ്റലൈൻ പോലത്തെ സാധനങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇൻഡസ്ട്രിയിൽ കൂടുതൽ യൂസായി വരുന്നത്. പിന്നെ നമ്മുടെ ഈ മോഡ്യൂളിൻ്റെ ഇത് എല്ലാം നമ്മൾ ശരിക്കും അവിടുത്തെ ലൊക്കേഷൻ അനുസരിച്ച് ചെറുതായിട്ടും മോഡിഫൈ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വലിയ മെഗാവാട്ട് റേഞ്ചിലോ ജിഗാവാട്ട് റേഞ്ചിലോ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അത് കൃത്യമായിട്ട് അവിടുത്തെ എന്ത് ടൈപ്പ് ഇതാണ്, ഇപ്പോൾ ഡെസേർട്ടാണോ അതോ അല്ലെങ്കിൽ മല പോലത്തെ സ്ഥലങ്ങളാണോ, അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ അവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഇത് റിസർച്ച് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ഈ റിസർച്ച് പേപ്പറിൽ അതാണ് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ബൈഫേഷ്യൽ പെർക്ക് അങ്ങനെയുള്ള പല ടെക്നോളജീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അത് ഈ CTM റേഷ്യോസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിതെല്ലാം റിസർച്ച് വഴി അതിൻ്റെ എഫിഷ്യൻസീസ് പരസ്പരം കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ഒരു ഫുൾ സെല്ലും ഹാഫ് സെല്ലും തമ്മിലുള്ള ഒരു എഫിഷ്യൻസി കമ്പാരിസണാണ് കാണുന്നത്. അപ്പോൾ ഹാഫ് സെല്ലിൻ്റെ ഈ അതായത് സെല്ലും മോഡ്യൂളും വൈസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെല്ലുകൾ തമ്മിലാണ് കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫുൾ സെല്ലിൻ്റെ എഫിഷ്യൻസിയും ഹാഫ് സെല്ലിൻ്റെ എഫിഷ്യൻസിയും ഇവിടെ കാണുന്നുണ്ട്. മോഡ്യൂൾ വൈസ് ആണെങ്കിൽ ഫുൾ സെല്ലിൻ്റെ ഒരു PV മോഡ്യൂളിൻ്റെ എഫിഷ്യൻസിയേക്കാളും കൂടുതൽ
നമ്മുടെ ഹാഫ് സെൽ മോഡ്യൂൾ എഫിഷ്യൻസി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഗ്രാഫ് അതിനുവേണ്ടി കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു തന്നേക്കുവാണ്. പിന്നെ ഇതിൽ വേറൊരു പാരാമീറ്ററും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, EQE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. EQE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ക്വാണ്ടം എഫിഷ്യൻസി എന്നാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു സോളാർ സെല്ലിൻ്റെ ഒരു വേറൊരു എഫിഷ്യൻസിയാണ് പറയുന്നത്. അതായത് എത്ര ഫോട്ടോൺസ് അല്ലെങ്കിൽ എത്ര ലൈറ്റിനെ ഫോട്ടോൺസ് എന്നും ഉള്ളൊരു ടേംസിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിൽ എത്ര ഫോട്ടോൺസ് അതിൽ വന്ന് വീണു, അതായത് ലൈറ്റിനെ പാക്കറ്റ് ഫോട്ടോൺസിൻ്റെ ഒരു പാക്കറ്റ് പോലത്തെ സാധനം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു ലൈറ്റിനെ അങ്ങനെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ കുറേ പാക്കറ്റ് സൈസിലുള്ള ഒരു ചെറിയൊരു കഷ്ണം പോലത്തെ സാധനം വന്ന് വീഴുകയാണ്, അങ്ങനെ ഒരു ടേംസിൽ പറയുകയാണെങ്കിൽ, അപ്പോൾ എത്ര ലൈറ്റ് വന്ന് വീണോ അതിനെ എത്ര ഇലക്ട്രിക് കറണ്ടാക്കി മാറ്റി എന്നുള്ള ആ ഒരു സംഭവമാണ് ഈ ഒരു എക്സ്റ്റേണൽ ക്വാണ്ടം എഫിഷ്യൻസി കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി തിയററ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിൽ ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്കും ഇലക്ട്രോൺസ് ഹോൾസിൻ്റെ കോമ്പിനേഷൻ നടക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എത്ര തോതിൽ, അതായത് നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ്, പിന്നെ അതായത് നമ്മുടെ ലൈറ്റ് എന്തോരം വീണു അതനുസരിച്ച് എന്തോരം ചാർജ് ജനറേറ്റ് ആയി എന്നുള്ളൊരു കാര്യം അങ്ങനെ മനസ്സിലാക്കുക തൽക്കാലം. ആ ഒരു മനസ്സിലാക്കുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ ഈ EQE അല്ലെങ്കിൽ എക്സ്റ്റേണൽ ക്വാണ്ടം എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്ത്, ലൈറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ ഒരു കളറിലോ അല്ലെങ്കിൽ വേവ് ലെങ്ത്ത് എന്ന് പറയുന്ന ഒരു ടേം നമ്മളിതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേവ് ലെങ്ത്ത് വീഴുന്ന ലൈറ്റിലാണ് ഈ പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ എത്ര ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആയി എന്നുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ലൈറ്റ് വീഴുമ്പോൾ എത്ര വന്നു, അതനുസരിച്ച് എത്ര പ്രൊഡ്യൂസായി, ആ ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു രാവിലത്തെ ഒരു വെളിച്ചമല്ല ഉച്ചയ്ക്കുള്ള വെളിച്ചമല്ല സന്ധ്യയ്ക്ക്. അപ്പോൾ അങ്ങനെ പല റേഞ്ചിൽ അല്ലെങ്കിൽ പല വേവ് ലെങ്ത്തിൽ ഉള്ള വെളിച്ചമായിരിക്കും നമുക്ക് വീഴുന്നത്, പല വേവ് ലെങ്ത്ത് പല ഫ്രീക്വൻസിയുള്ള വെളിച്ചം വീഴുന്നത്. അപ്പോൾ നമ്മുടെ EQE സ്പെക്ട്രം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രാഫ്, അതിൻ്റെ ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സോളാർ സെൽ എത്ര അടിപൊളിയായിട്ട് നമ്മുടെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നു. മാത്രമല്ല അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഏത് ടൈമിലാണ് ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിസിറ്റി ആവുന്നതെന്നുള്ളത് കൂടി അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മൾ പല സെൽ ടെക്നോളജീസ് നമ്മൾ പരിചയപ്പെട്ടു. പെർക്ക്, HJT എന്നൊക്കെ പറഞ്ഞ പല ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു EQEയും കൂടി അതിൻ്റെ അകത്ത് കമ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എത്രത്തോളം, അതായത് ചുരുക്കി പറഞ്ഞാൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കേപ്പബിലിറ്റി, അതായത് എത്രത്തോളം ലൈറ്റിനെ നമ്മൾ യൂസ്ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ കറണ്ടായിട്ട് കൺവെർട്ടായി എന്നുള്ളൊരു കാര്യം ഇതിൻ്റെ അകത്ത് മനസ്സിലാവും. അപ്പോൾ മോണോക്രിസ്റ്റലൈൻ പോലത്തെ ഇതിലാണ് ഓവറോൾ അതിൻ്റെ എഫിഷ്യൻസി കൂടുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ EQE ഒക്കെ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എന്നാലും നമ്മളിതൊക്കെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ ഗ്രാഫുകളിൽ EQE കമ്പയർ ചെയ്തേക്കുന്നതാണ്. നമ്മുടെ സെല്ലും മോഡ്യൂളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മോണോക്രിസ്റ്റലൈനും പോളിക്രിസ്റ്റലൈൻ പോലത്തെ രണ്ട് മോഡ്യൂൾസിന് പരസ്പരം കമ്പയർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചില പർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ നമ്മുടെ അതിൽ കുറച്ച് അൺക്ലിയർ ആണെങ്കിലും അതിൽ കാണിക്കുന്ന ബ്ലൂ ഗ്രാഫാണ് കുറച്ച് മുകളിൽ നിൽക്കുന്നത്. അത് മോണോക്രിസ്റ്റലൈൻ സെല്ലിനാണ് കൂടുതൽ EQE ഉള്ളതെന്നുള്ളൊരു കാര്യമാണ് അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ PDF ബേസിക്കലി നമ്മൾ സെല്ല് മോഡ്യൂൾ എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങളുടെ ആയിട്ടാണ് പൊതുവെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ അകത്ത് ഹാഫ് സെല്ല് ഫുൾ സെല്ല് എന്നുള്ള രീതിയിൽ ഗ്രാഫുകളാണ് കാണിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ബസ് ബാറിൻ്റെ വിഡ്ത്ത്, അതായത് നമ്മുടെ ടാബിൻ്റെ വിഡ്ത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൂട്ടുകയും കുറയ്ക്കുകയും, ഹാഫ് സെല്ലിൻ്റെ അകത്ത് പകുതിയായിരിക്കും, അതാണ് 0.8 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഫുൾ സെല്ലിൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സംഭവം വെച്ച് എന്തൊക്കെയാണ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റിൻ്റെ പവർ അനുസരിച്ച് എഫിഷ്യൻസി എത്രത്തോളം വ്യത്യാസപ്പെടുന്നതാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കീ ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് സെൽ മോഡ്യൂൾസിന് ഡിഫറെൻറ്റ് ലൈറ്റ് കണ്ടീഷനിലും ഹയർ എഫിഷ്യൻസി കാണിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ടാബ് വിഡ്ത്ത് ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ബെറ്റർ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കുക. അതായത് നമുക്ക് ആ ടോപ്പിൽ നിൽക്കുന്നത് കാണാം. ടോപ്പിൽ നിൽക്കുന്നത് 0.8 ടാബ് സൈസ് ഉള്ളതാണ്. അപ്പോൾ അതിന് അവന്മാർക്കാണ് കൂടുതൽ, അതായത് ഒരേ കണ്ടീഷനിൽ ബ്ലൂവിനേക്കാളും കമ്പാരിറ്റീവ്ലി ഏറ്റവും റെഡ് അപ്പോൾ ഇതിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഹാഫ് സെല്ല് 0.8 എന്നുള്ളത്. അപ്പോൾ അതാണ്
മുന്നിട്ട് നിൽക്കണേ നമുക്ക് കാണാം. ഇനി ഇതുകൂടാതെ നമ്മൾ സൂര്യൻ്റെ വെളിച്ചം ഡിഫറെൻറ്റ് ടൈപ്പ്, ഇതിപ്പോൾ ഒരു ഫോറിൻ റിസർച്ച് പേപ്പറാണ്. അപ്പോൾ ഒരു ജർമ്മനി മൊറോക്കോ തമ്മിലായിട്ടുള്ള കമ്പാരിസൺ നടത്തിയേക്കണ കാണാം. അപ്പോൾ ഒന്ന് ഡെസേർട്ട് കണ്ടീഷനാണ്. മൊറോക്കോ എന്ന് പറയുന്നത് ഡെസേർട്ട് ക്ലൈമറ്റാണ്, ജർമ്മനിയിൽ മോഡറേറ്റ് ക്ലൈമറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഡെസേർട്ടിൽ മോർ റേഡിയേഷൻ കിട്ടും. അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. നമുക്ക് ഡെസേർട്ടിൽ കൂടുതൽ എന്താ പറയുക, കൂടുതൽ ഇറേഡിയേഷൻ അല്ലെങ്കിൽ കൂടുതൽ വെളിച്ചം അവിടെ സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ അതനുസരിച്ചുള്ള ആ ഒരു രണ്ട് തമ്മിലുള്ളൊരു കമ്പാരിസണാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ രണ്ട് ഏരിയയിൽ, ഇപ്പോൾ മോഡറേറ്റ് ഏരിയയിൽ തമ്മിലുള്ള കമ്പാരിസണാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗ്രാഫിൽ കാണാം റേഡിയേഷനും. ജർമ്മനി ആ ബ്ലൂ ഇതിലുള്ള കാണുന്നത്, മൊറോക്കോ നമ്മുടെ റെഡായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അവന്മാർക്ക് കൂടുതൽ എഫിഷ്യൻസിയിൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റുഡാണ്. റൈറ്റ് സൈഡ് കാണുന്നത് നമ്മൾ ഹാഫ് സെല്ലും ഫുൾ സെല്ലും വയ്ക്കുമ്പോൾ എത്ര എനർജി കിട്ടുന്നു എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. എനർജിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ജർമ്മനി ഹാഫ് സെല്ല് വെച്ചേക്കുന്ന ഈ ഒരു റേഞ്ചിൽ വരും, എന്നാൽ മൊറോക്കോയിൽ ഹാഫ് സെല്ല് വെച്ചേക്കുന്ന ഈ മുകളിൽ ഇതിലാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഫുൾ സെല്ല് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എഫിഷ്യൻസി കുറയും, ഇതിൽ ഫുൾ സെല്ല് വെച്ചാൽ വീണ്ടും എഫിഷ്യൻസി കുറയും. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് സെല്ല് ആ ടെക്നോളജി ഇവിടെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ് റിസർച്ച് കാണിക്കുന്നത്. ഇത് 3 വർഷത്തെ ഡാറ്റ വെച്ചുള്ള പഠനമാണ് ഇവർ കാണിക്കുന്നത്. അതായത് ഹാർഷായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ പോലും നമുക്ക് നല്ല ഈ നമ്മുടെ മോഡ്യൂൾ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് കറക്റ്റ് അതിൻ്റെ ഹാഫ് കട്ടും ഹാഫ് സെല്ലും അതിൻ്റെ ടാബ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബസ് ബാർ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്താൽ നമുക്ക് നല്ല ഒരു എനർജി ഈൽഡ് കിട്ടുന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ മോഡ്യൂൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡിസൈനിലേക്ക് നമ്മൾ ഇറങ്ങി തിരിയുകയാണെങ്കിൽ ഒരു മോഡ്യൂളിൻ്റെ അകത്ത് ഇത് കുറച്ചും കൂടി പാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്, കുറച്ചും കൂടി ഇലക്ട്രോണിക്സ് പരമാണ്. എങ്കിലും നമ്മളതിൻ്റെ ഒരു ഓവറോൾ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ആ ഒരു മോഡ്യൂളിൻ്റെ ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചല്ല. ഇപ്പോൾ മിക്ക വീഡിയോസിലും നമ്മൾ അതിൻ്റെ വേറെ പല കാര്യങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ ഒരു പാനൽ സെലക്ട് ചെയ്യുമ്പോൾ അത് തമ്മിൽ പരസ്പരം, ഇപ്പം ഈ മാർക്കറ്റിൽ പുതിയ പാനലോ പുതിയ കമ്പനിയോ വരുമോ, അല്ലെങ്കിൽ ഈ പാനൽസിൽ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ നമുക്കത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ ഇങ്ങനത്തെ ഉള്ള അറിവുകൾ നമുക്ക് സഹായകരമാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു പ്രോജക്റ്റ് ചെയ്യുവാണ്, അതായത് മെഗാവാട്ട് ജിഗാവാട്ട് റേഞ്ചുള്ള ഒരു പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻ നോക്കണം. പക്ഷെ അത് മാത്രം വിശ്വസിച്ച് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ കാൽക്കുലേഷൻ ചെയ്തു പോയാൽ നമുക്ക് ചിലപ്പോൾ ഉദ്ദേശിച്ച എഫിഷ്യൻസി കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ എനർജി ഈൽഡ് അനാലിസിസിന് വേണ്ടി നമ്മൾ വേരിയസ് ഫാക്ടേഴ്സ്, ഈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും നമ്മുടെ ബെറ്റർ ആയിട്ടുള്ള ആ മോഡ്യൂൾസിൻ്റെ പല കമ്പാരിസൺസ്, നമ്മളിപ്പോൾ നേരത്തെ EQE പോലത്തെ കമ്പാരിസൺസ് ഒക്കെ നടത്തിയതിന് ശേഷം മാത്രം നമ്മൾ അവിടുത്തെ പാനൽസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ടേക്ക് അവേ. അപ്പോൾ ഈ റിസർച്ച് പേപ്പർ ആക്ച്വലി എനിക്ക് ലിങ്ക്ഡിനിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ പേപ്പേഴ്സ് കിട്ടും. ഞാനിപ്പോൾ അത് ഏറ്റവും ഒരു സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ.